യൂണിവേഴ്സിറ്റി തുടങ്ങിയിട്ട് 24 വർഷത്തിൻ്റെ ഇടയിൽ യൂണിവേഴ്സിറ്റി സ്വീകരിച്ച ഒരു നിലപാട്, ഏതൊക്കെ പരീക്ഷകളുണ്ടോ ആ പരീക്ഷകൾക്കൊക്കെ കുട്ടികളെ പ്രാപ്തരാക്കുക. അന്ന് കൊറോണ ഇല്ല, അന്ന് ഇതുപോലെ ടാബില്ല, സോഷ്യൽ മീഡിയയിൽ ഇതുപോലെയുള്ള പൊങ്കാലിടലില്ല, ഒന്നുമില്ല, നത്തിങ് ലൈക്ക് ദാറ്റ്. പക്ഷെ അന്ന് തൊട്ട് ഇന്ന് വരെ നമ്മൾ സ്വീകരിക്കുന്ന നിലപാടുണ്ട്, എല്ലാ പരീക്ഷയ്ക്കും കുട്ടികളെ പ്രാപ്തരാക്കുക. And from where we will start from the notification onwards. ഓരോ പരീക്ഷയുടെയും നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അന്ന് തൊട്ട് നമ്മൾ ആ നോട്ടിഫിക്കേഷൻസ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും, കുട്ടികളെ കൊണ്ട് അപ്ലൈ ചെയ്യിപ്പിക്കും, കുട്ടികൾ അപ്ലൈ ചെയ്യും. അത് കഴിഞ്ഞിട്ട് അവർക്ക് ആൾ ടിക്കറ്റ് എടുത്തു കൊടുക്കും. ആ ആൾ ടിക്കറ്റ് എടുത്തെടുത്തിട്ട് ആ പരീക്ഷയ്ക്ക് നമ്മൾ തന്നെ അവരെ കൊണ്ടുപോകും, നമ്മളവരെ പരീക്ഷ എഴുതിപ്പിക്കും. റിസൾട്ട് അന്ന് ഇതുപോലെ റിസൾട്ടൊന്നും നെറ്റിലൊന്നും വരില്ല, റിസൾട്ട് നമ്മൾ തന്നെ നോക്കും. നിങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുണ്ട് എന്ന് പറയും. അതിൻ്റെ കൗൺസിലിംഗ് ഷെഡ്യൂൾ എടുത്തു കൊടുക്കും, അതിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്ത് കൊടുക്കും. അത് കഴിഞ്ഞാൽ കൗൺസിലിങ് 1, 2, 3 കൗൺസിലിംഗ് ഉണ്ടാവും. ആ കൗൺസിലിങ്ങിന് നമ്മൾ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും, അവരെ പ്ലേസ്ഡ് ആക്കും. അങ്ങനെ പോയി ഇന്ന് ഇന്ത്യയിലുള്ള മുഴുവൻ സ്ഥാപനങ്ങളിലും, കാശ്മീർ തൊട്ട് ഇവിടെ കന്യാകുമാരി വരെയുള്ള മുഴുവൻ റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിലും യൂണിവേഴ്സിറ്റിയിലെ കുട്ടികൾ ധാരാളമുണ്ട്. നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ഇന്നിപ്പോൾ ഓൾ ഇന്ത്യ കോട്ടയിൽ നിങ്ങൾ കണ്ടല്ലോ, ഇപ്പോൾ ഇക്കൊല്ലത്തെ ലിസ്റ്റ് വായിച്ചപ്പോൾ ഓൾ ഇന്ത്യ കോട്ടയിൽ മാക്സിമം ഒന്ന് ഉത്തർപ്രദേശ് വരെയാണ്. നമുക്ക് എക്സൽ ആവാൻ ഒരുപാട് വഴിയുണ്ട്. നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ട് ദൈവമാണ്, നമ്മൾ റിസ്ക് തീരുമാനിച്ച് വെച്ചുകൊണ്ട് ദൈവമാണ് നമ്മളെങ്ങനെ ജീവിക്കണം എന്നുള്ളത്. പക്ഷേ അവിടെ 2-3 കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാതിരുന്നാൽ മതി, നമ്മൾ ഡൈല്യൂട്ട് ചെയ്യാതിരുന്നാൽ മതി. നമ്പർ വൺ ഹാർഡ് വർക്കിംഗ് മെൻറ്റാലിറ്റി. അത് നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് നിങ്ങൾ എവിടെ എത്തൂല. നമ്പർ 2, രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റ് എന്താ വെച്ചാൽ നമ്മൾ ആ പാഷൻ, അതെനിക്ക് എത്തണം, എൻ്റെ ജീവിതത്തിൽ ഉയരങ്ങളിൽ എത്തണം, ഞാൻ എത്തിയിട്ടുണ്ടാവും, അല്ലാതെ പുറകോട്ട് പോവാൻ ഞാൻ ആളല്ല. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റ് നമ്മളെ കഴിവുകളിലുള്ള വിശ്വാസം. അതാണ് പലർക്കും ഇല്ലാത്തത്. നമ്മളെ കഴിവിൽ നമുക്കൊരു വിശ്വാസം വേണം. യെസ്, ഐ ആം സ്മാർട്ട്, ഐ ക്യാൻ ഡു ദ തിങ് സ്മാർട്ട്ലി. അപ്പോൾ ഒപ്റ്റിമിസം ഓട്ടോമാറ്റിക്കായിട്ട് വരും. ശുഭാപ്തി വിശ്വാസം നിങ്ങളെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കും. നിങ്ങളെ മനസ്സിൽ ഹാപ്പിനെസ് വരും. ദൈവവിശ്വാസം ഒന്നും കൂടി രൂഢമൂലാവും. വീട്ടുകാരോടും നാട്ടുകാരോടും കുടുംബത്തിനോടും സമൂഹത്തിനോടൊക്കെ ഒരു അക്കൗണ്ടബിലിറ്റി നിങ്ങൾക്ക് വരും. ജീവിതത്തിന് ആളും അർത്ഥമൊക്കെ വരും. അപ്പോൾ നന്നായി പ്രവർത്തിക്കുക, നന്നായി പ്രാർത്ഥിക്കുക, മുന്നോട്ട് പോവുക. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൽ ഡിസ്റ്റിങ്വിഷ്ഡ് ഗസ്റ്റ് ആയിട്ടുള്ള ഈ 2 ആൾക്കാരെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാണ്. ആദിലും ആഷിഫും ഭയങ്കര പ്രാസംഗികരൊന്നല്ല, ബട്ട് ദേ വിൽ ഷെയർ ദെയർ എക്സ്പീരിയൻസസ്. ഐ ഇൻവൈറ്റ് ദം ടു ഷെയർ ദ എക്സ്പീരിയൻസ്. ഗുഡ് ഈവനിങ് ആൾ. ഞാൻ ആസിഫ്. ഞാനിവിടെ 2021-22 ബാച്ചിലെ റിപ്പീറ്ററായിരുന്നു. ഞാനിപ്പോൾ പഠിക്കുന്നത് നിമാൻസ് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. ആൾ ഇന്ത്യയിൽ 3ാം റാങ്കിൽ വരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഞാൻ അവിടെ ക്രാക്ക് ചെയ്തത് ആൾ ഇന്ത്യ 7th റാങ്കിലാണ്. OBC 7th റാങ്കിലാണ് ഞാൻ അവിടെ ക്രാക്ക് ചെയ്തത്. BSc നഴ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നെങ്കിൽ വുമൻസിന് മാത്രം അല്ലെങ്കിൽ ഗേൾസിന് മാത്രം ഒതുങ്ങി കൂടാൻ പറ്റുന്ന ഒരു പ്രൊഫഷൻ അല്ല അത് ബോയ്സിനും അതിന് ഈക്വൽ ആയിക്കാനുള്ള എക്സ്പോഷറും ക്ലിനിക്കൽ പ്രാക്ടീസ് കിട്ടുന്നൊരു സംഭവമാണ്. ഞാൻ ഇവിടെ പഠിച്ച സമയത്ത് നിങ്ങൾ അനുഭവിക്കുന്ന അതേ സ്ട്രെസ് തന്നെ എനിക്കുണ്ടായിരുന്നത്, ഇതിൽ കൂടുതലായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ മുന്നേ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോയി, അത് പാളി എന്ന് പറഞ്ഞാൽ ഞാനത് കൊറോണ സമയത്താണ് പോയിട്ടുണ്ടായത്. ഓൺലൈൻ ബാച്ചായിരുന്നു. അത് നിങ്ങൾക്കെന്നെ അറിയാം, കൊറോണ സമയത്ത് നമ്മൾ നാട്ടിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവുന്നു. പറ്റുന്ന മാക്സിമം അവിടെ നാട്ടിൽ കളിച്ച് സമയം ചിലവാക്കി. അത് കഴിഞ്ഞ് ഞാൻ മുന്നോട്ട് ചിന്തിക്കുമ്പോൾ എൻ്റെ ഒപ്പമുള്ളവരൊക്കെ അവിടെ ഇവിടും പ്ലേസ് ആയിട്ടുണ്ട്. പലരും നോർമൽ UG കോഴ്സുകൾക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ആൾക്കാരാണെങ്കിൽ ഇതേപോലെ കൊറോണ സമയത്ത് മാക്സിമം ചിലവഴിച്ച് കിട്ടിയ സമയം ചിലവഴിച്ചാണ് MBBS കയറിയവരുണ്ടായിരുന്നു. മറ്റുള്ളവരാണെങ്കിൽ ഇതേപോലെ പൈസ കൊടുത്തുകൊണ്ട് അലൈഡ് കോഴ്സുകൾ 10, 14, 15 ലക്ഷം കൊടുത്തുകൊണ്ട് മറ്റുള്ള കോഴ്സുകൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ എൻ്റെ അടുത്തുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് വെച്ചാൽ ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ ഒരു സെൻട്രൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കയറുക വിത്ത് മിനിമം കോസ്റ്റ്. അങ്ങനെയാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് എന്ന രാഷ്ട്രീയത്തിലോട്ട് വരുന്നത്.
അങ്ങനെയാണ് ഞാൻ AFSR കാണുന്നതും അതേപോലെ യൂണിവേഴ്സിലോട്ട് വരുന്നതും. യൂണിവേഴ്സിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം ഇവിടുത്തെ സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഡിഫറെൻ്റ് ആണ്. കാരണം ഞാൻ +2 വരെ പഠിച്ചത് ഒരു ബോയ്സ് സ്കൂളിലായിരുന്നു. എൻ്റെ +2 മാർക്കും ഒക്കെ ആണെങ്കിലും തീരെ തന്നെ ഇല്ലായിരുന്നു. പിന്നെ എന്താണ് NCERT എന്ന് വരെ മനസ്സിലാക്കിയത് ഞാൻ ഇവിടെ എത്തിൻ്റെ ശേഷമാണ്. NCERT ഇത്ര പേജുകളുണ്ടെന്ന് മനസ്സിലാക്കിയത്. പക്ഷേ എനിക്ക് പേജ് പറ്റി ബുക്ക് ചെയ്താൽ അറിയില്ല ആ സമയത്ത്. പിന്നെ അവിടെ എത്തി ഞാൻ ഈ എക്സാം ക്രാക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ അത്യാവശ്യം വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനു വേണ്ടിയാണ് എനിക്ക് ഇതേപോലെ കല്യാണങ്ങളായാലും കുടിരിക്കലായാലും കുടുംബക്കാരായിട്ട് ഈ പരിപാടികളായാലും ടൂറായിട്ടും എല്ലാ പരിപാടികളും ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ കയ്യിൽ ഫോണോട് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഫോൺ ഉണ്ടാകുമ്പോൾ വാട്സപ്പിൽ ഫാമിലിയുടെ ഗ്രൂപ്പിലാണെങ്കിലും ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിലായാലും ഫോട്ടോസായിട്ടും വീഡിയോസായിട്ടും സ്റ്റോറി ആയിട്ടും സ്റ്റാറ്റസ് ഇഷ്ടംപോലെ വരാറുണ്ടായിരുന്നു. അത് നോക്കി നിൽക്കാതെ ഞാൻ ഇവിടെ തന്നെ നിന്ന് പെരുന്നാളിൻ്റെ പിറ്റേന്ന് വരെ ഞാൻ ഇവിടെ നിന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. പെരുന്നാളിന് വീട്ടിൽ പോയി അന്ന് പോയപ്പോൾ തന്നെ എല്ലാവരും ചോദിക്കുന്നത് എന്തായി പഠിത്തം എന്തായി പിന്നെ അവിടെ വന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോഴത്തെ നേരെ വണ്ടി ഇവിടെ അന്ന് ഇരുന്ന് പഠിക്കൽ തുടങ്ങി. അതേപോലെ നീറ്റ് എഴുതി. നീറ്റിൽ ഞാൻ അന്ന് 565 മാർക്കാണ് സ്കോർ ചെയ്തിട്ടുള്ളത്. നീറ്റ് എക്സാം കഴിഞ്ഞിട്ട് ഞാൻ എന്താ പറയുക ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയമുണ്ടായിരുന്നു. എന്താ ചെയ്യാന്നുള്ള ഒരു സമയമുണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ ഉപ്പയായിരുന്നു എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ ഒരു റീൽ സെൻഡ് ചെയ്തിരുന്നു നിമാൻസിനെ പറ്റിയിട്ട്. അങ്ങനെയായിരുന്നു ഞാൻ അറിഞ്ഞത് നിമാൻസിനെ പറ്റിയിട്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്, അപ്പോൾ പാരാമെഡിക്കൽ കോഴ്സ് ഉണ്ട്. അങ്ങനെ വന്നിട്ട് എക്സാം എഴുതി നോക്കുമെന്ന് പറഞ്ഞു. ഞാൻ 10ാം ക്ലാസ്സിൽ ഫുൾ A+ ഒക്കെ കിട്ടി. വൻ ആറ്റിറ്റ്യൂഡിലായിരുന്നു യൂണിവേഴ്സിറ്റിയിലോട്ടുള്ള രംഗപ്രവേശനം. നേരെ ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷനൊക്കെ എഴുതി AFSRനെ കണ്ടു. അങ്ങനെ AFSRനോട് പറഞ്ഞു ഇവിടെ പബ്ലിക് സ്കൂളിൽ അഡ്മിഷൻ എടുക്കാനോ. ഞാനന്ന് എനിക്ക് മനസ്സിലായില്ല സംഗതി ഇവിടെ എന്താണ് നടക്കണമെന്നുള്ളത്. അതായത് പ്രോപ്പറായിട്ട് എനിക്ക് എയിം ഉണ്ടായിരുന്നില്ല. ഞാൻ എന്തിനാണ് പോകേണ്ടതെന്നുള്ള ഒരു എയിം ഉണ്ടായിരുന്നില്ല എനിക്ക് ആ സമയത്ത്. അന്ന് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഇവിടെ ഉള്ള പ്രദേശത്തുള്ള സ്കൂളിലൊക്കെ ആയിരുന്നു പോയിരുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെ കുത്തിരുന്ന് പഠിക്കുന്ന ടൈപ്പ് ഒന്നും അല്ലായിരുന്നില്ല. അപ്പോൾ ഞാൻ നേരെ പോയി എന്തിനാ പോകുന്നത് പോലും എനിക്കറിയുന്നുണ്ടായിരുന്നില്ല സ്കൂളിൽ സത്യം പറഞ്ഞാൽ. അങ്ങനെ 2 വർഷം കഴിഞ്ഞു. അറിയാലോ, ആർട്സ് സ്പോർട്സ് എല്ലാം കഴിഞ്ഞിട്ട് പെട്ടിങ്ങിടക്കിയിട്ട് യൂണിവേഴ്സിലേക്ക് വന്നു റിപ്പീറ്റ് ചെയ്യാൻ. അപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നു അന്ന് പോയാൽ മതി UPSൽ. ഇപ്പോഴും എനിക്കിപ്പോൾ യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിലത്തെ സ്റ്റുഡൻസിനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര അസൂയാണ് സത്യം പറയാലോ. അപ്പോൾ ഞാൻ +1 +2 ഒരു കുന്തം നോക്കിയിട്ടില്ല. ഞാൻ ഇവിടെ വന്നിട്ടാണ് പഠിക്കാൻ തുടങ്ങിയത്. എന്താ പറയുക, ഒന്നും പഠിച്ചിട്ടില്ല +1 +2. പിന്നെ ഇവിടെ യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിലത്തെ സ്റ്റുഡൻസിൻ്റെ കൂടെ ഞാൻ ഇരിക്കുമ്പോൾ എങ്ങനെ ആയിരിക്കും, കുറച്ച് ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ച് ഇടങ്ങാറായിരിക്കും. പിന്നെ AFSR ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് ഇവിടെ ജോയിൻ ചെയ്തു. ഞാൻ പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിരുന്നു എനിക്ക്. പെട്ടെന്ന് കാര്യങ്ങൾ ഡൈജസ്റ്റ് ചെയ്യാതെ മനസ്സിലാവുന്നില്ല കാര്യങ്ങളൊക്കെ. അതായത് ഇന്ന ടോപ്പിക്ക് ഭയങ്കരമായിട്ട് അടങ്ങാറ്. എന്താ പറയുക, ആദ്യമായിട്ട് കാണുന്ന പിക്ചേഴ്സ്, ആദ്യമായിട്ട് കാണുന്ന ലൈൻ ബൈ, അങ്ങനെയൊക്കെ ആകെ ഷോക്കായിരുന്നു സത്യം പറഞ്ഞാൽ. അങ്ങനെ ക്ലാസ്സുകളൊക്കെ തുടങ്ങി. ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് എന്നെ കൊണ്ട് പറ്റുന്നത്രയൊക്കെ ഞാൻ ചെയ്ത്. ഒരുപാട് ടെൻഷൻസ് ഉണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു കൂടെ പഠിച്ച്, അവരൊക്കെ അപ്പുറത്ത് എന്നെക്കാട്ടിയും സ്കോർ ചെയ്യുന്നത്. ഞാൻ മാത്രം അടിയിൽ, എപ്പോഴും അടിയിൽ എപ്പോഴും ഞാൻ അവിടെ ഉണ്ടാവും കാര്യത്തിൽ. ഞാൻ റാങ്ക് ലിസ്റ്റ് നോക്കുമ്പോൾ മേലൊക്കെ എല്ലാം നോക്കുക. ഇവിടെ സൈഡിലുണ്ടാവും റാങ്ക് ലിസ്റ്റ്. അവിടെ വന്നിട്ട് ഞാൻ നോക്കും. ഓക്കെ 300 ഓക്കെ. അങ്ങനെ ആ റേഞ്ചും ഇങ്ങനെ കിടന്ന് കളിക്കും. ഞാൻ റാപ്പിഡ് റിവിഷനൊക്കെ നല്ലോണം കണ്ടിരുന്നു സത്യം പറയാലോ. അന്നായിരുന്നു ആ വീഡിയോ പ്രൊവൈഡ് ചെയ്തത്, റാപ്പിഡ് റിവിഷൻ എന്ന് പറഞ്ഞാൽ. ഞാനത് ഇരുന്ന് കണ്ടേ. ഞാനത് വെച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ NCERT പഠിക്കാൻ തുടങ്ങിയത്. ഓരോ ലൈനും ഞാൻ കുത്തിയിരുന്ന് പഠിച്ചിട്ടുണ്ട് സത്യം പറയാലോ. റിപ്പീറ്റഡാണ് ഞാൻ കുത്തിയിരുന്ന് പഠിച്ചത്. എനിക്കിപ്പോൾ ചോദിച്ചാലും ഞാൻ പറയും. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിലെ അരിസ്റ്റോട്ടലിൻ്റെ ക്ലാസിഫിക്കേഷൻ മുതൽ മൈക്കോറൈസ ലൈക്കം വരെ ഞാൻ പറഞ്ഞുതരും. സത്യമായിട്ട് എനിക്ക് കാണാൻ പാടാ. അതൊക്കെ ഈ റാപ്പിഡ് റിവിഷൻ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും എത്തണം എവിടെയെങ്കിലുമൊക്കെ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലായിരുന്നു ഞാനെങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നത്. നീറ്റ് മാത്രമല്ലായിരുന്നില്ല ഞാൻ അപ്ലൈ ചെയ്തിരുന്നത്, ബാക്കിയുള്ള എല്ലാ എക്സാംസും ഞാൻ അപ്ലൈ ചെയ്തിരുന്നത്. അതിൽ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ ഒരു എക്സാം ഉണ്ടായിരുന്നു അന്ന്. ഇപ്പോൾ CUET തോന്നുന്നു. അപ്പോൾ അന്ന് ഞാനും എൻ്റെ ഫ്രണ്ടും പോയിട്ട് എഴുതി. ഞങ്ങൾ രണ്ടൊക്കെ ഒരേ സ്കോറാണ് വന്നത്. പക്ഷേ അവൻ അതിൽ ജോയിൻ ചെയ്തു. അന്ന് ഞാനും എൻ്റെ ഫ്രണ്ടും AFSR വീട്ടിൽ പോയിട്ട് ചോദിച്ചു എങ്ങനെയാണ്. അപ്പോൾ ഓൻ പറഞ്ഞു എനിക്ക് അതാണ് എയിമുള്ളത്, ഞാൻ അതിന് പോകാറുണ്ട്. അപ്പോൾ ഞാൻ AFSR പറഞ്ഞു ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണം, എനിക്ക് ഒരു സാറ്റിസ്ഫൈഡ് അല്ല ഞാൻ എന്ന് പറഞ്ഞു. ഓക്കെ. എന്നിട്ട് AFSR അടുത്ത നാളാണ്ട് വാ എന്ന് ജോയിൻ ചെയ്യും, എനിക്ക് ഒരു വീട് സൗകര്യം ചെയ്തു തരാം, അവിടെയുള്ള എല്ലാവരും 500+ ആണ് എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ ഒരു എലൈറ്റ് എന്ന് പറഞ്ഞ ഹോസ്റ്റലുണ്ടായിരുന്നു എടരിക്കോട് അന്ന്. അപ്പോൾ അങ്ങോട്ടായിരുന്നു ഞാൻ പോയത്. അപ്പോൾ അങ്ങനെ
അവിടെ സ്റ്റാർട്ട് ചെയ്തു. പ്രോപ്പറായിട്ട് ഞാൻ പഠിക്കാൻ തുടങ്ങി. ഇവിടെ മറ്റേ ഓൾ ഇന്ത്യ ടെസ്റ്റ് CTs ഒക്കെ ഉണ്ടായിരുന്നു, അതിലൊക്കെ എനിക്ക് അത്യാവശ്യം മാർക്ക് ഉണ്ടായിരുന്നു ആ സമയത്ത്. ഇതേമാതിരി പ്രോപ്പറായിട്ട് ഫോളോ ചെയ്തു. അതേമാതിരി ആ സമയത്തൊക്കെ നമുക്ക് ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടാവും. ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്നതൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് നോളജ് ഒക്കെ കിട്ടി. പിന്നെ നിങ്ങളെ പറ്റി പറയാം. ഇപ്പോൾ നിൽക്കുന്നത് ജനുവരി മാസത്തിലാണല്ലോ. സാധാരണ ജനുവരി മാസത്തിൽ എന്തായിരിക്കും നിങ്ങൾ, അതായത് പഠിക്കേണ്ട കുട്ടികൾ അങ്ങനെ പഠിച്ചു പോകും. എന്നാലോ ഒരു 500, 450, 550 ആ റേഞ്ചിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അതായത് ഒന്ന് ബാക്കിക്ക് വലിയുന്ന സമയമാണ്. സ്കോറ് നോക്കിയിട്ട് എനിക്കിന്ന് താങ്ങുമോ, ഇനി കിട്ടൂലേ എന്നുള്ളൊരു സമയമാണ് ഉള്ള പറയാലോ. ഇനി 100 ദിവസത്തിന് മുകളിലുണ്ട്. ഏത് എക്സാം ആയിക്കോട്ടെ, നീറ്റ് ആയിക്കോട്ടെ, കീം ആയിക്കോട്ടെ, ഏത് എക്സാം ആയിക്കോട്ടെ, എല്ലാ എക്സാമും മാർച്ചിലാണ്. ഇനി 100 ദിവസത്തിന് മുകളിലുണ്ട്. ഇനി നോക്കിയാലും കിട്ടും. നിങ്ങൾക്ക് യൂട്യൂബിലുണ്ടാവില്ല ഇനി പഠിച്ചാലും നീറ്റ് കിട്ടുമെന്ന്. അതേമാതിരി ഇനി പഠിച്ചാലും കിട്ടും, ഷുവർ, ഉറപ്പാണ്. ആക്ച്വലി ഐ ഫീൽ സോ ബ്ലെസ്ഡ്. ഞാൻ ഇവിടെ വന്ന് നിൽക്കണേനും എനിക്ക് ഇങ്ങനത്തെ കുറേ സെക്ഷൻസ് കിട്ടിയതിനൊക്കെ ഭയങ്കര ബ്ലെസ്ഡാണ്. കാരണം ഞാൻ ഇതിനു മുമ്പൊക്കെ കുറേ ഇതേപോലത്തെ പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരോടൊപ്പം സംസാരിക്കാനും അല്ലെങ്കിൽ എന്താണ് ഫ്യൂച്ചർ, നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ് എന്ത് ചൂസ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ നമുക്ക് ചിലപ്പം തോന്നും ഒരു പ്രൊഫഷണൽ കിട്ടിയാൽ അവരോട് സംസാരിച്ചാൽ നമ്മൾക്ക് എന്താണ് കറക്റ്റ്ലി അവിടെ നടക്കണമെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായില്ലായിരുന്നു. അതിനൊക്കെ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഞാൻ ചൂസ് ചെയ്താണ്ടാണ് ഇവിടെ നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി യൂണിവേഴ്സിറ്റിക്ക് വന്നത്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് ഇങ്ങനത്തെ കുറേ സെക്ഷൻ കിട്ടി, ഭയങ്കര ഹാപ്പിയായി. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴും പറയണമെന്ന് വിചാരിച്ചാൽ നമ്മളെപ്പോഴും നമ്മൾ ആരാണെന്ന് നല്ലോണം തിരിച്ചറിയേണ്ട ഒരു വലിയൊരു ആവശ്യമാണ്. നമ്മൾ ഇന്നർ കോളിങ്സ്, നമ്മൾ ഇന്നർ വോയിസ് എന്നൊക്കെ പറയാറുണ്ടല്ലോ, അത് നമ്മൾ നല്ലോണം അറിയണം. കാരണം ചിലപ്പം നമ്മൾ ബാക്കിയുള്ളവരെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ വരുമ്പോഴോ അല്ലെങ്കിൽ അതുപോലെ നമ്മൾക്ക് എന്താണ് ആക്ച്വലി വേണ്ടതെന്ന് പറയുമ്പോൾ നമുക്ക് ഇവരോടൊക്കെ ഈ ഡീമോട്ടിവേഷനൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. നമ്മൾക്ക് ഇതാണ് വേണ്ടത്, ഞാൻ ഇതാണ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോകാൻ. അതേപോലെ എനിക്ക് പറയുന്നത് നെവർ ഗിവ് അപ്പ്, നെവർ ബെൻഡ് യുവർ ഹെഡ്സ് ബിഫോർ അതേഴ്സ്.